السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وأصحابه أجمعين أما بعد. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, പഠിതാക്കളെ, നമ്മൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു പുസ്തകത്തെ ആധാരമാക്കി പുതിയൊരു ക്ലാസ് കൂടി ആരംഭിക്കുകയാണ്. വളരെ ബ്രീഫായ രീതിയിൽ ചൊവ്വാഴ്ച വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ശ്രവിക്കാവുന്നതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സുകൾക്ക് ചൈതന്യമുണ്ടാകുവാൻ ലളിതമായ ഒരു കർമ്മമായി അള്ളാഹു നിർദ്ദേശിച്ച കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുക, ഓർക്കുക, ദിക്റുള്ള ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഈ വിഷയത്തിൽ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിനെ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അധിക മുസ്ലിം പള്ളികളിലും മുസ്ലിം വീടുകളിലും ഇസ്ലാമിക കേന്ദ്രങ്ങളിലുമൊക്കെ കൈകളിൽ കാണപ്പെടുന്ന സൗദി അറേബ്യയിലെ പ്രഗത്ഭ പണ്ഡിതനായിരുന്ന ഡോക്ടർ സഈദ് ബിൻ അലി വഹഫ് അൽ ഖഹ്താനി രചിച്ച ഹിസ്നുൽ മുസ്ലിം എന്ന ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണ്. ഈ വിശദീകരണം ഉസാമ അബ്ദുൽ ഫത്താഹ് മുഹമ്മദ് സലീം എന്ന് പറയുന്ന സമകാലികനായ ഒരു പണ്ഡിതനാണ് വിശദീകരിച്ചിട്ടുള്ളത്. ആ വിശദീകരണത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഏതാനും കാര്യങ്ങൾ ഇന്നു മുതൽ എല്ലാ ചൊവ്വാഴ്ചകളിലും പഠിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക, ദിക്ർ നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധനയാണ്. അള്ളാഹുവിലേക്ക് അടുക്കുവാൻ മനുഷ്യർക്ക് തൻ്റെ രക്ഷിതാവിലേക്ക് കൂടുതൽ കൂടുതൽ സാമീപ്യം നേടിയെടുക്കുവാൻ പറ്റുന്ന മഹത്തായ ഒരു പുണ്യകരമായ ആരാധനയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആ മഹത്തായ ദിക്റുകൾക്ക്, അവനെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക്, സ്മരണകൾക്ക്, ദിക്റുള്ളകൾക്ക് ധാരാളം പ്രതിഫലം നൽകുമെന്ന് ഉണർത്തുകയും സ്വർഗത്തിൽ ഉന്നത പദവികൾ അവർക്ക് ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ്, ആരാധനയാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. രോഗിയാണോ, ആരോഗ്യമുള്ളവനാണോ, വലിയവനാണോ, ചെറിയവനാണോ, ജോലി തിരക്കുള്ളവനാണോ, ഒഴിവുള്ളവനാണോ, ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എപ്പോഴും തന്നെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന പുണ്യമാണ്, ആരാധനയാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നുള്ളത്. രാത്രിയുടെ അന്ത്യയാമങ്ങളിലും പകലിൻ്റെ രണ്ടറ്റങ്ങളിലും വൈകുന്നേരവും പ്രഭാതത്തിലുമൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണമെന്ന് ഖുർആനിൻ്റെ അതുപോലെ തന്നെ ഹദീസിൻ്റെ ആശയങ്ങളിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ച് കൂടുതലായി നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണമെന്ന് പലയാവർത്തി ഖുർആനിൽ നമ്മളോട് കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ സ്മരിക്കണേ, ഞാൻ നിങ്ങളെയും ഓർക്കുമെന്ന് ഖുർആൻ, അള്ളാഹുവിൻ്റെ വചനം നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് ഖുർആൻ ഉണർത്തുന്നു. അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സുകൾക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാകുമെന്ന് ഖുർആൻ ഉണർത്തി. ഇതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, ഇന്നമാ തകൂനു തുമഇനീന
മനസ്സുകൾക്ക് ശാന്തി ഉണ്ടാവുക എന്നത് മനസ്സുകളിൽ കുടികൊള്ളുന്ന ദുഃഖങ്ങൾക്ക് വിരാമമുണ്ടാകും, സങ്കടങ്ങൾക്ക് പകരം സമാധാനമുണ്ടാകും, അസ്വസ്ഥതകൾ മാറി സ്വസ്ഥമായ സമാധാനമായ മനസ്സവർക്കുണ്ടാകും. വസുവാസുകളുള്ള മനസ്സുകൾക്ക് അത്തരം പിശാചിന്റെ വസുവാസുകളിൽ നിന്ന് മുക്തി നേടാൻ റബ്ബിനെ കുറിച്ചുള്ള സ്മരണ ഉപകരിക്കുമെന്ന് ഖുർആൻ ഉണർത്തുന്നു. അതുപോലെ തന്നെ ദിക്റുകളിൽ ധാരാളമായി നിലനിർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സ്ത്രീകളും അവർക്കൊക്കെ തന്നെ അള്ളാഹു അവർക്ക് വമ്പിച്ച പാപമോചനവും മഹത്തായ പ്രതിഫലവും നൽകുന്നതാണെന്ന് ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുമാത്രമാണോ? അല്ല, മറിച്ച് റബ്ബിനെ കുറിച്ച് സ്മരിക്കുവാൻ, ഓർക്കുവാൻ, അവനെ കുറിച്ചുള്ള ദിക്റുള്ളയിൽ വ്യാപൃതരാകാൻ ബിംബിഷ്ടം കാണിക്കുന്ന, അതിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന, അതിനോട് വിമുക്തി കാണിക്കുന്ന ആളുകൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു ഖുർആൻ. പരമകാരുണ്യകന്റെ കുറിച്ചുള്ള സ്മരണകളിൽ നിന്ന് ആരെങ്കിലും അകന്നു ജീവിക്കുന്നുവെങ്കിൽ അവനെ നാം പിശാചിന്റെ വലയത്തിൽ അകപ്പെടും, പിശാച് അവനെ സ്വാധീനിക്കും. അവനായിരിക്കും അവന്റെ കൂട്ടാളി എന്ന് ഖുർആൻ വാണിംഗ് നൽകുന്നു. അഥവാ അള്ളാഹു ശപിച്ചിരിക്കുന്ന ഇബ്ലീസിന്റെയും കൂട്ടാളികളുടെയും സുഹൃത്തുക്കളായിരിക്കും റബ്ബിനെ കുറിച്ച് സ്മരണയില്ലാത്തവർ എന്നർത്ഥം. അവർക്കെപ്പോഴും തന്നെ സന്ദേഹങ്ങളും സംശയങ്ങളും ദേഹേച്ഛകളും മാത്രമായിരിക്കും. അതിന്റെ അടിമകളായി അവർ വർത്തിക്കും. ഐഹിക ജീവിതത്തിൽ എന്ന് മാത്രമല്ല, പരലോക ജീവിതത്തിലും ഭയാനകമായ ദുരന്തമാണ് അവർക്ക് വരാനിരിക്കുന്നത് എന്നാണ് ഖുർആൻ ഈ വചനത്തിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വിശ്വാസികളോടൊന്നടങ്കം എപ്പോഴും അവർ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നവരായിരിക്കണമെന്നും, നമസ്കാരമായിരുന്നാലും ജുമയായിരുന്നാലും ഹജ്ജായിരുന്നാലും അവയ്ക്ക് കഴിഞ്ഞാലും നിങ്ങൾ ധാരാളം അല്ലാഹുവിനെ സ്മരിക്കണേ എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എത്ര ലളിതമായി നാവുകൾ കൊണ്ട് മറ്റ് ആരാധനകൾക്കൊക്കെ ശരീരത്തിലെ അവയവങ്ങൾ അത് ചെയ്യുവാൻ പലപ്പോഴും ചില പ്രയാസങ്ങളുണ്ടാകും. എന്നാൽ നാവിനെ കുറിച്ച് സ്മരിക്കുക എന്നുള്ളത് നാവുകൾ കൊണ്ട് ലളിതമായി ഏവർക്കും എപ്പോഴും എവിടെ വെച്ചും ചെയ്യാവുന്ന പുണ്യമായ ആരാധനയത്രേ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ച് നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നിലനിർത്തുന്ന ദിക്റുകളിൽ വ്യാപൃതരാവുക. ഇതിന്റെ മാഹാത്മ്യവും ഇതിനെക്കുറിച്ച് എപ്പോഴൊക്കെ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥനകളും ദിക്റുകളും ഉരുവിടണം എന്നതുമാണ് ഈ ഹിസ്നുൽ മുസ്ലിം എന്ന മുസ്ലിമിന്റെ രക്ഷാ കവചം എന്ന ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ ഓരോ അധ്യായങ്ങളിലെ ഓരോ ദിക്റുകളും അല്പാൽപമായി നമുക്ക് പഠിക്കുകയും വിശദീകരിക്കുകയും ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബിനെ നിരന്തരം ഓർക്കുന്ന മഹത്തുക്കളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ വെറുക്കുകയും വിസ്മരിക്കുകയും ചെയ്ത് ഇച്ഛകളെയും സന്ദേഹങ്ങളെയും ദേഹേച്ഛകളെയും പിന്തുടരുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹുവിനെ സ്മരിച്ച് ഉന്നതമായ സ്വർഗീയ ആരാമങ്ങളിൽ വസിക്കുന്ന അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കുന്ന മഹത്തുക്കളിൽ ഉൾപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.